യെസ്, അരിതമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ബ്യൂട്ടിഫുൾ പവർഫുൾ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മിഡിൽ ടേം കാണുന്ന ക്വസ്റ്റ്യൻ ആണ് അടുത്തതായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് ക്വസ്റ്റ്യൻ, നേരെ നോക്കിയിരുന്നോളൂ. 5 ടേംസിന്റെ സമ്മ് തന്നിട്ട് തേർഡ് ടേം ചോദിക്കുകയാണെങ്കിൽ അപ്പൊ ഉറപ്പിച്ചോളൂ അതെന്താണ്, മിഡിൽ ടേം ആണ്. 5 ടേംസിന്റെ സമ്മ് തന്നിട്ട് അതിന്റെ സെൻട്രലിലുള്ള ടേം ചോദിക്കുകയാണെങ്കിൽ അപ്പൊ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം, അതെന്ത് ക്വസ്റ്റ്യൻ ആണ്, മിഡിൽ ടേം. 13 ടേംസിന്റെ സമ്മ് തന്നു, അതിന്റെ സെൻട്രലിലുള്ള 7 ചോദിക്കുകയാണെങ്കിലും അതെന്താണ്, മിഡിൽ ടേം. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് മിഡിൽ ടേം കാണാനുള്ള ഇക്വേഷൻ. എന്താണ് മിഡിൽ ടേം കാണാനുള്ള ഇക്വേഷൻ? സം ഓഫ് ടേംസ് അല്ലേ. സം ഓഫ് ടേംസിനെ എന്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യണം? നമ്പർ ഓഫ് ടേംസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വെരി ഈസി ആയിട്ട് ആൻസർ കിട്ടും. എത്രയാണ്? 8. ഇത്രയും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതേപോലെ തന്നെ 7th ടേം നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. എങ്ങനെയാണ് 7th ടേം കണ്ടുപിടിക്കുക? x7 ഈസ് ഈക്വൽ ടു x7 എന്ന് പറഞ്ഞാൽ ആക്ച്വലി ആരാണ്? മിഡിൽ ടേം ആണ്. x7 എന്ന് പറഞ്ഞാൽ ആക്ച്വലി ആരാണ്? മിഡിൽ ടേം. എങ്ങനെയാണ് മിഡിൽ ടേം കാണുക? സം ഓഫ് ടേംസ്. എത്രയാണ് സം ഓഫ് ടേംസ്? 260 ബൈ നമ്പർ ഓഫ് ടേംസ്. എത്രയാണ് നമ്പർ ഓഫ് ടേംസ്? 13. സോ ഈ 26ഉം 13ഉം കട്ട് ചെയ്യുക, എത്ര കിട്ടുക? 2 കിട്ടും. ഇവിടെ ആൻസർ എന്ത് വരും? 20 എന്ന് വരും. ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? യെസ്. സി ക്വസ്റ്റ്യൻ. ഇതിൽ ഫസ്റ്റ് 3 ടേംസ് കാണണമെങ്കിൽ ആദ്യം എന്തറിയണം? കോമൺ ഡിഫറൻസ് അറിയണം. എങ്ങനെയാണ് കോമൺ ഡിഫറൻസ് കാണുക? 7th ടേമിന്ന് ഏത് മൈനസ് ചെയ്യണം? തേർഡ് ടേം മൈനസ് ചെയ്യണം. താഴെ എന്ത് മൈനസ് ചെയ്യണം? അതിന്റെ പൊസിഷൻസുകളും മൈനസ് ചെയ്യണം. ടി ഡി ബൈ പി ഡി. ഓർമ്മ ഉണ്ടോ? ടേമുകൾ തമ്മിലും ഡിഫറൻസ് ചെയ്യണം, പൊസിഷൻസുകളും തമ്മിൽ ഡിഫറൻസ് ചെയ്യണം. പറഞ്ഞോളൂ. x3 എന്താ എഴുതുക? x7 എന്താ എഴുതുക? 20 മൈനസ് 8. 7 മൈനസ് 3 എത്രയാണ്? 4. സോ വേഗം ആൻസർ കിട്ടും. എത്രയാണ്? 12/4. ആൻസർ എത്രയാണ്? 3. നിങ്ങൾക്ക് സ്വന്തം കണ്ടുപിടിക്കാം. ഫസ്റ്റ് ടേം എങ്ങനെ കണ്ടുപിടിക്കുക എല്ലാവർക്കും അറിയാം. എങ്ങനെയാണ് തേർഡ് ടേം തന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കുക? x1 ഈസ് ഈക്വൽ ടു x3 മൈനസ് 2d അല്ലേ? 2d. സോ വെരി ഈസി ആയിട്ട് ചെയ്യാം. തേർഡ് ടേം എത്രയാണ്? 8. 2 into d എത്രയാണ്? 3. സോ 8 മൈനസ് 6. വാട്ട് ഈസ് ആൻസർ? 2. വേഗം അരിതമെറ്റിക് സീക്വൻസ് എഴുതുക. ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും കിട്ടിയ അരിതമെറ്റിക് സീക്വൻസ് എഴുതുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എങ്ങനെയാണ് അരിതമെറ്റിക് സീക്വൻസ്? ഫസ്റ്റ് ടേം 2, കോമൺ ഡിഫറൻസ് എത്രയാണ്? കോമൺ ഡിഫറൻസ് 3 അല്ലേ കോമൺ ഡിഫറൻസ്. സോ സെക്കൻഡ് ടൈം എത്രയാണ്? 5. അടുത്ത ടൈം എത്രയാണ്? 8. അടുത്ത ടൈം എത്രയാണ്? 11. എന്നിട്ട് ഡോട്ട് എന്നിട്ട് കൊടുക്കുക. ഇങ്ങനെ അരിതമെറ്റിക് സീക്വൻസ് എഴുതുന്നതിനാണ് മക്കളെ 4 മാർക്ക്. വെരി സിമ്പിൾ അല്ലേ? വേഗം അടുത്തിരിക്കണ ആൾക്കൊന്ന് വേഗം പറഞ്ഞു കൊടുത്തോളൂ.